ഞാനിന്നൊരു പറ്റിക്കാൻ പോവാം, ഞാൻ നന്നായിട്ട് ഇനി ഇളിപ്പിക്കാൻ പോവാണ്. അതിനുള്ള പണി എന്റെ കയ്യിൽ കഞ്ചര. എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ ചുമ്മാ ഇവിടുത്തെ 7-Eleven പോയപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കണ്ടു. അതും ഇന്നലെ തന്നെ കണ്ടു. അപ്പോൾ എന്റെ കയ്യിൽ ഇതിൽ ലൈൻ വരപ്പിക്കാനുള്ള വിദ്യകളൊക്കെ അറിയാം. ഉളുപ്പുണ്ടോ നമ്മൾ ആരും ചോദിക്കാറില്ല, കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്ക് ഉളുപ്പുണ്ടാവാറില്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും കുറച്ച് വ്യൂ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഊളത്തരങ്ങൾ പലരും കാണിക്കാറുണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. ഈ പ്രസവ സ്റ്റാർട്ടിങ് മുതൽ പ്രസവം കഴിയുന്നത് വരെ വലിയ കൊയ്ത്ത് അവർക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ അത് വിറ്റ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. പ്രസവം പോലും വിറ്റ് കാശാക്കുന്ന യൂട്യൂബർമാരൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടിപൊളിയാണ് അല്ലേ? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു എന്ന് പറയേണ്ടി വരും. സ്വന്തം ഭർത്താവിനെ ഒരു പ്രഗ്നൻസി കിറ്റിൽ 2 ലൈന് മാർക്ക് ചെയ്തിട്ട് പറ്റിക്കാൻ നോക്കുകയാണ് നമ്മുടെ ഡ്യൂഡിന്റെ ഭാര്യ എന്നുള്ളത്. ഭയങ്കര രസമാണ് എന്നാണ് അവരൊക്കെ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഒരു ടൈമില് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സാധനം പ്രസവവാർഡായിട്ട് പോലും പ്രവർത്തിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരുപാട് ദമ്പതികൾ ഇങ്ങനെ ഫാമിലി വ്ളോഗ് തുടങ്ങുന്നു, പ്രസവാനന്തര സംഭവങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, പ്രസവം വരെ ഇതിൽ എടുക്കുന്നു, ആൾക്കാരെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ പറ്റിക്കുന്നു, ആളുകൾ ഇത് ക്യൂട്ടാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അത് പോയി കണ്ട് ഉള്ള വിലയും കൂടി കളയുന്നു എന്നുള്ളതാണ്. അൺബോസിംഗ് ഡ്യൂഡിന്റെ വൈഫാണ് സ്വന്തം ഭർത്താവിനെ പറ്റിക്കാൻ നോക്കുന്നത്. നമുക്കൊന്ന് കണ്ടോക്കാം. ഗ്രാബ് സം ക്രെഡിറ്റ് കാർഡ്, ഗ്രാബ് സം ലിപ്സ്റ്റിക് ആൻഡ് നമ്മുടെ ലൈൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ബാങ്കോക്കിൽ വെച്ചിട്ട് തന്നെ ഇവനെ പറ്റിക്കാനുള്ള ഒരു യോഗം എനിക്ക് കിട്ടിയത്. അവൻ തന്നെ എനിക്ക് യോഗം വരുത്തിച്ചു തന്നെ അവന് ഞാൻ കൃതജ്ഞതയായിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ നല്ല കൃതജ്ഞതയൊക്കെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ബാങ്കോക്കിൽ വെച്ചിട്ട് തന്നെ അവനെ പറ്റിക്കാനുള്ള അവസരം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്കിത് കണ്ടപ്പോ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിലൊരുപാട് കമന്റും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും, അയ്യോ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്. അതൊരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കേണ്ട ഒരു അവസ്ഥ ഈ വീഡിയോന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഉളുപ്പില്ല, പിന്നെ ഇപ്പൊ എന്ത് ചെയ്താലും എന്ത്. 2 ലൈൻ വരുത്തിക്കണം. അതായത് ഒരു ലൈൻ വന്നാൽ നെഗറ്റീവ് ആണ്, 2 ലൈൻ വന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. സോ 2 ലൈൻ വയ്ക്കാം. ഓ വി ഗോട്ട് ദ കാർഡ്, വി ഗോട്ട് ദ കേക്ക്, വി ഗോട്ട് ദ ലിപ്സ്റ്റിക്. ഹലോ, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അവന് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ എത്തിക്കാൻ എളുപ്പമാകുമെന്ന് ലെറ്റ്സ് ഹോപ്പ്. എന്തൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും കൊടുക്കാൻ എനിക്ക് വലിയ പേഴ്സണലി വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഔട്ട്ഫിറ്റ്സ്, എന്റെ മേക്കപ്പ് ഒക്കെ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഡ്രസ്സ് എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാം. അതുകൂടാണ്ട് എന്റെ എന്താ പറയാ, ഞാൻ ബ്രേക്ക് ഡൗൺ ആയ ഒരു മൊമെന്റ് അവനെടുത്ത് വീഡിയോ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഇടരുത്. ഇങ്ങനെ നിങ്ങളുടെ കുറെ വീഡിയോസ് ഉണ്ട്, നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെറിയ ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ അങ്ങോട്ട് എടുക്കും എന്ന് വിചാരിക്കാം. ഞാൻ ഇതേ കണ്ടോ, ഇത് പൊളിച്ചു മൊമെന്റ്സ്. ഇതാണ് ഈ സാധനം. ഇത് എവിടെ വന്നേ നോക്കണം. ഇതാണ് സാധനം. ഇത് പുറത്തെടുക്കണം. ഇതാണ് ഇത്. ഞാൻ തുറന്ന് ഇതിൻ്റെത് നോക്കി. അന്യോന്യം അങ്ങോട്ടും ഒരു വിശ്വാസക്കുറവുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവളുടെ അഭിപ്രായം മാനിക്കാതെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്ന പൊണ്ടാട്ടിയെ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ്. അത്രമാത്രം ആളുകളെ പോലും പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഇവരെ വിശ്വസിച്ച് ഇവരെ കൂടെ നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പോലും പറ്റിക്കുന്ന ഒരു ഊളത്തരം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഈ ഒരു കാര്യമൊക്കെ ദൈവികമായ കാര്യങ്ങളാണ് എന്ന് അറിയാനുള്ള ബോധമില്ല. എന്തും വിറ്റ് കാശാക്കാം എന്നുള്ള ബോധം കൊണ്ടാകും ചെയ്യുന്നുണ്ടാവുക. നടക്കട്ടെ. നോട്ട് ബാഡ്. കണ്ടോ ഇങ്ങനത്തെ ലൈന വരുന്നത്. ഐ മീൻ ഇംപ്രസ്ഡ്. ഐ ഹാവ് ടാലന്റ്. കണ്ടോ, ഒരു ലൈൻ സെറ്റ് കിട്ടി. നെക്സ്റ്റ് ലൈൻ. യെസ്, മിഷൻ സക്സസ്ഫുൾ. ലുക്ക് അറ്റ് ദിസ് പെർഫെക്റ്റ്ലി. അങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കട്ടെ. അവൻ ഏകദേശം വരാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അവൻ ഇവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം എന്തെങ്കിലും ആയിരിക്കും. സെറ്റ് എനിക്ക് പക്ക. അയ്യോ ഇവിടെ എന്താ സെറ്റ് ആയിട്ടുള്ള സാധനം കിട്ടി. കണ്ടോ, കാണുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു വെറുതെ ഉണ്ടാക്കുന്ന ഭാവങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കലാണ്, സത്യത്തിൽ വെറുപ്പിക്കലാണ്. ഇതൊക്കെ ശരിക്കും ഉളത്തരം തന്നെയാണ്. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. അവൻ പുറത്താണ്, അവൻ ഇനി വരട്ടെ. എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തുവാടെ, ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് പല ആളുകളും പ്രാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, പ്രാവുന്നുണ്ടാവും. അവർക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവല്ലേ എന്നുള്ളതൊക്കെ. മക്കൾ ഉണ്ടാവാതിരിക്കാൻ പോലും ആളുകൾ പ്രാർത്ഥിക്കും. അത് കുറച്ച് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. ജീവിതം കുറച്ചേ ഉള്ളൂ.
അതില് ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ അവരൊന്ന് കാണിക്കുമ്പോ എന്ത് പറയാനാ. അതെന്താന്ന് അറിയാത്തത്? ഇത് ഒരു വരാണോ 2 വരാണോ? എന്തുവാടേ അവനൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഉണ്ടല്ലോ അവന്റെ ഭാവം. 1 വരെയാണോ 2 വരെയാണോ വേണ്ടത്? 2 വരെയാണെന്ന് പറയുമ്പോൾ അവന്റെ എക്സൈറ്റ്മെന്റ് പോലും ഇല്ല. ഇത് പ്രാങ്ക് ആക്കാൻ പോയിട്ട് അവസാനം സ്വയം പ്രാങ്ക് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനൊരു താല്പര്യം ഇല്ലാത്ത വിഷയം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. താല്പര്യമില്ല, എന്താണിത് എന്ന് വണ്ടർ അടിച്ചിട്ടാണ് അവരിക്കുന്നത്. കൊള്ളാം, തല 1.5 പ്രാങ്ക്. നീ അത് തിരിച്ചു മറിച്ച് നോക്കണെന്തിനാ? എന്താ പറയാ, പ്രഗ്നൻസി 4 വരെ പോസിറ്റീവ് ആണ്. 2 വരാ പോസിറ്റീവ്. ഏത് 4 വരാ? രണ്ടുപേര് ആ കഴിഞ്ഞത് 2 വരെ വരാനുള്ള സ്ഥലമേ ഉള്ളൂ. നീ എന്നാ ചാറ്റ് ഫോട്ടോ എന്നെ പറ്റിക്കാനാണ്. ഇതുപോലെ നിനക്ക് ഇത്ര അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈസ് ദിസ് പ്രഗ്നന്റ് ഓർ നോട്ട് പ്രഗ്നന്റ്? എങ്ങനെ അല്ലെങ്കിലായിരിക്കും വെറുതെ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ജന്തു പറഞ്ഞു നീ ഇപ്പൊ ചാറ്റ് 2 line equal to positive result. This means that indicating pregnant. അയ്യോ, എനിക്ക് വിശ്വസിക്കുന്നില്ല. എന്തോ ഉടായ്പ കാണിച്ചല്ലേ? എടോ ഇതൊക്കെ പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആക്ടിങ്? അവന് അങ്ങനെ ആക്ടിങ് അല്ല എന്നുണ്ടെങ്കിൽ, റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയല്ല പ്രതികരിക്കുക അല്ലേ? അപ്പൊ അവനൊരു താല്പര്യം ഇല്ലാത്ത, ഞാൻ വേറെ എന്താ പറയണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഞാൻ പറയുന്നില്ല. ഇതെന്തോ നീ എന്താ ചെയ്തേ? അല്ല നമ്മൾ ഈ മൊമെന്റ് റെക്കോർഡ് അല്ല നീ എന്തോ ഉടായ്പ ചെയ്തിട്ടുണ്ടല്ലേ? അല്ലേ? ഈ ചുണ്ണാപ്പി സാധനം വെച്ചിട്ട് എന്തോ ചെയ്തു? സത്യം പറയാം, ഇതൊരു പ്രാങ്ക് എന്ന് പറ. ഇത് പ്രാങ്ക് എന്ന് പറ. ഞാൻ കാര്യം പറയട്ടെ, നമുക്കിത് ഇതാക്കണ്ടേ? എന്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഫസ്റ്റ് നിന്റെ റിയാക്ഷൻ എന്താണ്? റെക്കോർഡ് അല്ല, ഇത് പ്രാങ്ക് ആണ്. ഇനി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാ വീഡിയോ നോക്കട്ടെ. ഇത് പ്രാങ്ക് ആണ്. പ്രാങ്ക് ആണെന്ന് ഇത്ര സന്തോഷിക്കുന്നതിനാ? പ്രാങ്ക് ആണെന്ന് നീ പറ, പ്രാങ്ക് ആണെന്ന് പറ. അല്ലേ, ഞാൻ വീഡിയോ നോക്കട്ടെ. വീഡിയോ ഒന്നുമില്ല. എന്റെ അടുത്ത് ഈ ചപ്രി സാധനം ആയതുകൊണ്ട് ഇത് എവിടെ വെച്ചാലും കാണൂല, അതെനിക്ക് ഡൗട്ട്. നിനക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ട്രസ്റ്റ് ഇല്ല. ഇതിൽ കൊറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രാങ്ക്. നീ ഇത് തുറന്ന് ഇതിന്റെ ഉള്ളിൽ ഇനി ഭയങ്കര ഇങ്ങനെയുള്ള പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യത്തിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യത്തിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടുമോ? ചോദ്യം തന്നെയാണത്. ഇതൊക്കെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണോ? ഇത് ഈ ചെറുപ്പം മാറിയിട്ടില്ല, തലേക്കകത്ത് ബോധം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ തന്നെ അവരെന്ന് കാണിച്ചു കൂട്ടുന്നതാണുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ, ഇതിനെക്കാട്ടി ഇരട്ടിയായിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. ഈ പ്രസവ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ഈ പ്രഗ്നൻസി കിറ്റ് അങ്ങോട്ട് ചെക്ക് ചെയ്ത് പിന്നെ അങ്ങ് തുടങ്ങും. പൂരമാണ്. ഓരോ ദിവസവും ഇങ്ങനെ കണ്ടന്റ് ആണ് എന്നുള്ളതാ. ഇഷ്ടം പോലെ ആളുകൾ വെറുതെ പോയി കാണുന്നതും. എന്തിനാ അത് കാണുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പൊ ഈ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ പേര് അൺബോക്സിംഗ് ഡ്യൂഡ് എന്നാണ്. അപ്പൊ അൺബോക്സിംഗും കാണാനില്ല, ഒന്നും കാണാനില്ല. ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളാണ്. ജനങ്ങൾ വലിയ രീതിയിൽ ഇതിനെ, ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കമന്റ് ഇട്ടിട്ടു, ഊളത്തരമായി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇവന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വീണ്ടും വന്നു. നമ്മളതൊക്കെ വിശ്വസിക്കണം കേട്ടോ. ഇവപ്പിച്ച ഒരു പണിന്റെ എനിക്കൊരു ബാഡ് അടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ എന്താ പറയാ ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നെ പ്രാങ്ക് ചെയ്യുന്നു. അതായത് ഇത്രയും കാലങ്ങളിൽ വെച്ചിട്ട് അത്രയും ഒരു ഇന്റൻസ് പ്രാങ്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. സോ എനിക്കറിയാം, എനിക്ക് എക്സാക്ട്ലി ഇതിന്റെ റിയാക്ഷൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അത് ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രാങ്ക് ഇപ്പൊ. എനിക്കറിയാം സോൺ ഔട്ട് ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ സോൺ ഔട്ട് ആയിട്ട് അവിടെ ഗ്ലാസ്സിൽ പോയി ഇടിക്കുന്നത് ഞാൻ കരുതില്ല. എന്തോ കാര്യത്തിൽ എനിക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുകയും ചെയ്തു. സോ വാട്ടർ ഇറ്റ് ഈസ്. അത് ഞാൻ അതുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത്. അതിന് താഴത്ത് കുറെ കമന്റ്സ് ഉണ്ട്. കുറെ കമന്റ്സ് നമുക്ക് വേറെ സാഡായി തോന്നില്ല. കാരണം ഒന്നാമത് ഒന്നും തോന്നിയില്ല, എനിക്ക് സാഡായില്ല. എനിക്കാണല്ലോ പ്രാങ്ക് കിട്ടിയത്. ഒന്നാമത്തെ കുറെ പേര് പറയുന്നത് ആ 2 ലൈൻ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എന്താ പറയാ ഞാൻ നോക്കി. കാരണം ഞാനാണല്ലോ പ്രാങ്ക് പെട്ടപ്പോൾ അതിനിങ്ങനെ പ്രാങ്ക് ആക്കരുത് അങ്ങനെ പറഞ്ഞു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് എന്റെ റിയാക്ഷൻസ് ഒക്കെ കിട്ടണമായിരുന്നു. പിന്നെ എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഒരു ലൈഫിൽ എല്ലാം അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മൾ ഒരാളുടെ ലൈഫ് വെച്ച് തോന്നുന്നത് നമ്മൾ നമ്മളുടെ ഇടയിൽ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് ഇപ്പൊ നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പല ഒപ്പീനിയൻസ് ആണ്, അത് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കരുതെന്ന് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രഗ്നൻസിയെ കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ കമന്റ് ഇടും. അതൊന്നും മൈൻഡ് പോലും ചെയ്യരുത്. അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പോലും അവർക്ക് പുല്ല് വിലയാണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്നുള്ളതാണ്.
ഇതൊക്കെ ഒരു ഊളത്തരമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ജനങ്ങൾ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുക. ഇതൊക്കെ പ്രാങ്ക് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ കമന്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാവുന്ന ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അവന്റെ റിയാക്ഷൻ മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. പിന്നെ ഒന്നുകൂടി കമന്റ്സിന് റിപ്ലൈസ് ആയിക്കോട്ടെ വീഡിയോ. പിന്നെ ഒരു എന്താ കുറെ പേര് കമന്റ് ചെയ്ത് എന്റെ റിയാക്ഷൻ ഹാപ്പി അല്ല, ഞാൻ എന്തോ കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആളാണ്, അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. കാരണം കുറെ ആൾക്കാർ പറഞ്ഞു എന്റെ റിയാക്ഷൻ ഹാപ്പി അല്ല, ഡ്യൂഡിന് കുട്ടികളെ ഇഷ്ടമല്ല, ഡ്യൂഡ് എന്താ ഇങ്ങനെ അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് എന്റെ ചാനൽ കുറെ എന്താ പറയാ ഒരു കാറ്റഗറി ആൾക്കാരാണ്. അപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ തിങ് ഈസ് എന്താ പറയാ, ഞങ്ങൾ പോലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരു തലക്കെട്ട് കൊട്ടി കിട്ടിയ പോലെ പോയി. കൊട്ടല്ലേ ഗൈസ്, അത് വേറെ എന്തോ ഒരു സാധനമായിരുന്നു. ഞാൻ ആ വീഡിയോ കുറെ ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ കുറെ നേരം കിടക്കുന്നുണ്ട്. കുറെ നേരം കടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്റെ ഒരു കാലം ചെരുപ്പില്ല, ഒരു കാലം ചെരുപ്പുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിരുന്നു. ശരിയാ, ഞാൻ നോക്കുമ്പോ ഇവൻ ഒച്ചക്കാലം ഇങ്ങനെ തുങ്ങി അവിടെ വച്ചിടിയ. ഞാൻ ചെരുപ്പിന്റെ എടുക്കാനാണ് ഈ ക്യാമറ മാറ്റിയത്. പക്ഷെ അപ്പോഴേക്കും നീ അവിടെ പോയി സ്റ്റക്കായി വച്ചിടിച്ചു. അതൊക്കെ അതൊന്നും കിട്ടുക കാലിലും കോമഡി ആയിരുന്നു മൊത്തം ഒരു സിറ്റുവേഷൻ ഭയങ്കര. അപ്പം എനിക്ക് ഒന്നും കാര്യം പറയുന്നത്, എനിക്ക് ഞങ്ങൾക്കിപ്പം എന്താ പറയാ, ഞങ്ങൾ രണ്ടാളുടെ ലൈഫിൽ ഒരു മൂന്നാമത്തെ ആൾ ഇപ്പം കറന്റ് നമ്മൾ എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം നമ്മൾ എങ്ങനെ പോവാണ്. നമുക്ക് മെയിൻലി ഒന്ന് സെറ്റിൽ ആവണമെന്ന് ഇതായിട്ട്. പിന്നെ എനിക്ക് ഇവളാണ് എന്റെ ഇപ്പൊ കറണ്ട് ബേബി, ഇവൾക്ക് ഞാനാണ് ഇപ്പം കറണ്ട് ബേബി അല്ലേ. എനിക്കത് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ കാര്യം നോക്കണം, നിന്റെ കാര്യം നോക്കേണ്ട അവസ്ഥയാണ്. അതിൽ പറഞ്ഞ നിനക്ക് ഞാനൊരു ബേബിയാണ്. അതെ അതെ, അല്ല ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇവളൊരു ബേബിയാണ്. അതെ അതെ അതെ. ഓക്കെ, ഈ പാവങ്ങളായ ആളുകളാണ് ഇവർക്ക് ഇങ്ങനെ അത്യാവശ്യം റീച്ച് ഒക്കെ കൊടുത്ത് അവരെ ഈ രീതിയിൽ ആക്കിയെടുത്തത്. അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ കാരണമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ പോലും പൊട്ടന്മാരാക്കുന്ന ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നും അവരെ കൂട്ടം നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമിച്ചുപോയി. ഞാൻ ആവർത്തിക്കുന്ന ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. ആ ഒരു കാര്യത്തെ വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടം യൂട്യൂബർമാരുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ മാന്യമായി ഇപ്പൊ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വെച്ചാൽ പോലും അതൊന്നും കാണാൻ ആളുമില്ല. എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണിച്ച് മുന്നോട്ട് വരുന്നത്. ഇപ്പോ ആദ്യം ഒരാള് സ്വന്തം പ്രസവം വീഡിയോ ആക്കി ഇട്ടു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരാൾ ഇട്ടിട്ടുണ്ട്, ഇനി ഇത് ട്രെൻഡിങ് ആവും. ശരിക്കും ഇതിനൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാശാക്കുന്ന ഈ ഒരു പ്രവണത അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അതിലിടപെടേണ്ടത് ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ളതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടാൻ കഴിയും. അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഇതിൽ ഇടപെടാൻ കഴിയും. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിൽ ഇടപെടൽ നടത്തുകയും ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ പ്രസവവാടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ യൂട്യൂബിനെ, അത് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അല്ലെങ്കിൽ നാളെ ഇത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ. ദീർഘസന്ദീപ് പോൾ സൈനിങ് ഓഫ്.